കർഷക സംഘത്തിൻ്റെ പത്രസമ്മേളനമാണ്. അഖിലേന്ത്യാ കിസാൻ സഭ കേരളത്തിൽ കേരള കർഷക സംഘം. കേരള കർഷക സംഘം നിങ്ങൾ കേട്ടിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും കേരള കർഷക സംഘമാണ്. 70 ലക്ഷത്തിലധികം അംഗങ്ങൾ ഉള്ള പ്രസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാരവാഹികളാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹി ആണ് അഡ്വക്കേറ്റ് എസ് കെ പ്രീജ, ജില്ലാ സെക്രട്ടറി സഖാവ് കെ സി വിക്രമൻ, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി വി എസ് പത്മകുമാർ ഉൾപ്പെടെയാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റിലുള്ളത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഉദ്ദേശം ഞങ്ങളൊരു പ്രസ് നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ കാര്യം ചുരുക്കി പറയാനുണ്ട്. കേന്ദ്ര സർക്കാർ, കേന്ദ്രത്തിലെ മോദി സർക്കാർ കേരളത്തോടും കേരളത്തിലെ കർഷകരോടും പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് പെരുമാറുന്നത്. വെച്ചാൽ അത്ര കണ്ട് കടുത്തതാണ്, പ്രതികാരമാണിപ്പോൾ. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം നമ്മൾ കണ്ടു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളമില്ല, പിന്നെ കർഷകന് ഉണ്ടാവില്ലല്ലോ. അങ്ങനെയല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു അശനിപാതം പോലെ കർഷകരുടെ തലയിലാണ് വന്നിരിക്കുന്നത് ഒരു ഉത്തരവ്. കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ മന്ത്രാലയത്തിൽ നിന്ന് ഒരു സെക്രട്ടറിയാണ്. അത് കേരളത്തിലെ മുഴുവൻ കർഷകരെയും, പ്രത്യേകിച്ച് നെൽകർഷകരെ നേരിട്ട് ബാധിക്കുന്നതാണ്. നെൽകൃഷിയെ സംബന്ധിച്ച് പറയാമല്ലോ. നെൽകൃഷി കേരളത്തിൽ വാസ്തവത്തിൽ നെൽകൃഷിയുടെ നാടായിരുന്നു കേരളം. നെല്ലും നാളികേരവും അത് കുറഞ്ഞു വന്ന് 9 ലക്ഷം ഹെക്ടർ നെൽപ്പാടം ഉണ്ടായിരുന്നത് 2 ലക്ഷം ആയി ചുരുങ്ങി. അങ്ങനെയാണ്. ആ നെൽകൃഷിയെ സംരക്ഷിക്കാൻ, നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനവും കേരളത്തിലെ LDF സർക്കാരുമെല്ലാം അങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെൽകൃഷി, കാരണം കൃഷിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതിനൊന്നും നിലനിൽപ്പില്ല, നഷ്ടത്തിലാണ്. നെല്ലാണെങ്കിലും നാളികേരമാണെങ്കിലും ഗോതമ്പ്, ഏത് കൃഷിയാണെങ്കിലും. അതുകൊണ്ടാണ് അതിന് ഒരു സപ്പോർട്ട് പ്രൈസ്, MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട്, അതാണല്ലോ കർഷക പോരാട്ടം, കർഷക സമരമൊക്കെ അതിനു വേണ്ടിയായിരുന്നു. അങ്ങനെ ചിലതിനൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും അതൊന്നും മതിയാവുന്നതല്ല. കാരണം താങ്ങുവില എന്ന് പറയുന്നത് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ രൂപത്തിലെങ്കിലും വേണം. ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ, കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ, കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച കമ്മീഷൻ, ഞങ്ങളൊക്കെ അതിനുവേണ്ടി വാദിച്ചവരാണ്. ആ കമ്മീഷൻ പറയുന്നത് C2+50 ഉൽപ്പാദന ചെലവിനോടൊപ്പം, ഉൽപ്പാദന ചെലവ് ഉണ്ടല്ലോ, അതിനോടൊപ്പം 50% കൂടെ എങ്കിലും കൊടുക്കണം. മിനിമം സപ്പോർട്ട് പ്രൈസാണ്, മാക്സിമം അല്ല. അങ്ങനെയാണ്. അതിലൊന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോൾ നെല്ലിനെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നെൽകർഷകരെ സംബന്ധിച്ച് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം ആണെങ്കിൽ ഉൽപ്പാദനവും 50% ആണല്ലോ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നതാണെങ്കിൽ കിലോയ്ക്ക് 40 രൂപയെങ്കിലും കൊടുക്കണം. കിലോയ്ക്ക് 40 രൂപയെങ്കിലും കൊടുക്കണം. കേരളത്തിൽ ഇന്ന് കൊടുക്കുന്നത് 30 രൂപയാണ്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ബോണസോട് കൂടിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ബോണസ് ഉൾപ്പെടെ, ബോണസ് എന്ന് പറഞ്ഞാൽ 6 രൂപ 80 പൈസ ബോണസ്, അങ്ങനെ 30 രൂപ. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് 23.20 പൈസ. 23 രൂപ 20 പൈസയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താങ്ങുവില നെല്ലിന്. അത് ഒട്ടും പര്യാപ്തമല്ല എന്നതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ബോണസ് കൊടുക്കുന്നത്. അങ്ങനെയാണ് 30 രൂപ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 30 രൂപയാണ്. ആ ബോണസ് ഇത് നെൽ കർഷകർക്ക് കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്നത് കേന്ദ്രത്തിന് ബാധിക്കും. എങ്ങനെ ബാധിക്കും? ഇവിടെ നെല്ലിൻ്റെ ഉൽപ്പാദനം കൂടി, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഉൽപ്പാദനം കൂടി, അല്ലെങ്കിൽ ആ
എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയാണ് നമ്മുടെ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് നിർത്തലാക്കാൻ അവർക്ക് പറയാനൊക്കില്ല, അത് പാടില്ല, സംസ്ഥാനം കൊടുക്കുന്നത് പാടില്ല. സംസ്ഥാനം കൊടുക്കുന്നത് പാടില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം 30 രൂപയുള്ളത് 23-20 കുറയും. നമ്മൾ അത് അനുസരിക്കാതിരുന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് 6 രൂപ 80 പൈസ അവർ വെട്ടിക്കുറച്ച് 23-20 നിജപ്പെടുത്തും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്വാമിനാഥൻ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കിലോയ്ക്ക് 40 രൂപ കിട്ടിയാൽ പോലും, കാരണം കേരളത്തിലെ കൃഷി ചെലവ് വളരെ കൂടുതലാണ്, ഇതുകൊണ്ടൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അങ്ങനെ നെൽകൃഷിയെ തന്നെ തകർക്കുന്ന രൂപത്തിലുള്ള ഒരു നിലപാടും ഉത്തരവുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഈ ഫോക്കൽ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കേരളത്തിലാകെ ഉയർന്നു വന്നിട്ടുള്ളത്. ദേശീയ തലത്തിലുമുണ്ട് കിസാൻ സഭയുടെ സമരങ്ങൾ. ഇത് പിൻവലിക്കണം, ഇത് റദ്ദാക്കണം, ഈ നിലപാട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വരുന്ന 27 ഈ ഫെബ്രുവരി 27 ലോക് ഭവൻ്റെ മുമ്പിലാണ്, പഴയ രാജ്ഭവൻ, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ലോക് ഭവൻ്റെ മുമ്പിൽ 70 ലക്ഷത്തോളം കർഷകരെ പ്രതിനിധീകരിച്ച് അതിൻ്റെ നേതാക്കൾ മുഴുവൻ ഇവിടെ പങ്കെടുക്കും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും എല്ലാം ചേർന്നുകൊണ്ട് 27-ാം തീയതി രാവിലെ ലോക് ഭവൻ്റെ മുമ്പിൽ കർഷകരുടെ പ്രതിഷേധ മാർച്ചാണ് നടക്കുന്നത്. അതേ സമയത്ത് 27-ന് ശേഷം എല്ലാ ജില്ലകളിലും, മറ്റ് 13 ജില്ലയിലും കേന്ദ്ര ഓഫീസുകൾക്ക് മുമ്പിലുള്ള കർഷകരുടെ മാർച്ച്, ആയിരക്കണക്കിന് കർഷകരുടെ മാർച്ച് നടക്കാൻ പോകുന്നു. ഇത് പിൻവലിക്കണം. ഞങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു, ധനകാര്യമന്ത്രിയോടും കൃഷിമന്ത്രിയോടും ഒക്കെ ആവശ്യപ്പെടുകയാണ്. പിൻവലിച്ചില്ലെങ്കിൽ ഇതൊരു സൂചനയാണ്. സമരം, മാർച്ച്, അത് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതമാകും. കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന BJP എന്താ പറയുന്നത്? കേരളത്തിൽ എന്താ പറയുന്നത്? വികസിത കേരളം എന്നാണ്, വികസിത ഭാരതം, വികസിത കേരളം എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കാൻ പാടില്ലെന്നാണ്. വികസിത കേരളത്തിൽ നെൽവില താങ്ങുവിലയില്ല, കൊടുക്കാൻ പാടില്ല, കേരളം കൊടുക്കുന്നത്. അതാണോ വികസിത കേരളം? വികസിത കേരളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ കൊടുക്കാതിരിക്കുക. വികസിത കേരളമെന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് ബഡ്ജറ്റ് കേന്ദ്രത്തിൽ അവതരിപ്പിച്ചപ്പോൾ കേരളമെന്ന പേര് പോലുമില്ല. ഇങ്ങനൊരു അവഗണന ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇതാണ് BJPയുടെ നയം. ഇതെങ്ങനെ അവർക്ക് പറയാൻ സാധിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. അത്ര കണ്ട് ഗൗരവമുള്ളൊരു പ്രശ്നമാണ് ഈ പ്രശ്നം. അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും ഇതിലേക്ക് വരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ LDF ആണ് ഇവിടെ ഭരിക്കുന്നത്, അതുമല്ല UDF വരണം. UDF ആണെങ്കിൽ ഇപ്പോൾ വലിയ പ്രചാരണ പരിപാടിയായിട്ട് നടക്കുകയല്ലേ. ആ പ്രചാരണ പരിപാടിയിൽ ഈ മുദ്രാവാക്യമുണ്ടോ? UDF ഇത്രയും കർഷകരെ ബാധിക്കുന്ന, നെൽകൃഷിയെ തന്നെ ബാധിക്കുന്ന ഈ വിഷയം ഉണ്ടായിട്ട് ഒരു പ്രസ്താവന പോലും കൊടുക്കാൻ UDF-ഓ കോൺഗ്രസ്സോ പ്രതിപക്ഷ നേതാവോ തയ്യാറായിട്ടില്ല. ശക്തമായ വിമർശനം ഞങ്ങൾക്ക് അക്കാര്യത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വച്ചുകൊണ്ടുള്ള വലിയൊരു പ്രക്ഷോഭത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതാണ് ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ മാത്രം സൂചിപ്പിക്കാനുള്ളത്. ഈ അവഗണനയ്ക്കെതിരായിട്ടുള്ള ഒരു കാര്യമാണ്. അവഗണന എന്ന് പറഞ്ഞാൽ പോരാ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രതികാര സമീപനമാണ് കേരളം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അല്ലേ? പ്രതികാരം ഡബിൾ എൻജിൻ വരാത്തതാണോ കാര്യം? ഡബിൾ എൻജിൻ വന്നാൽ എല്ലാം കിട്ടുമോ? ഇതൊക്കെയാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. 27-ാം തീയതി ലോക് ഭവൻ്റെ മുമ്പിലും മാർച്ച് 2-ാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് 10,000 കണക്കിന് നെൽകർഷകരുടെയും കർഷകരുടെയും മാർച്ചാണ്